ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നീതു. ഈ ഓണം നമുക്ക് പുതിയൊരു തുടക്കമാവട്ടെ. മാവേലി നാട് വാണിരുന്ന കാലം പോലെ സന്തോഷവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞൊരു ഭാവി നിങ്ങൾക്കുണ്ടാവട്ടെ. അതിന് നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നങ്ങൾക്ക് ചിറകേക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. ഇപ്പോൾ CCL ഓണം പ്രമാണിച്ച് നിറയെ ഓഫേഴ്സ് ആണ്. സോ കോഴ്സുകൾക്ക് 30% വരെ ഓഫർ ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഉറപ്പുവരുത്തുക, അഡ്മിഷൻ എടുക്കുക. സോ എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഓണാശംസകൾ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ്, എക്കണോമിക്സിലെ SSC എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്. നമ്മൾ ഫുൾ സിലബസ് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണം, അതെങ്ങനെ അനലൈസ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞതാണ്. സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെയിൻ ടോപ്പിക്സ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസിൽ നിന്നുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നമുക്കിന്ന് നോക്കാം. നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇന്ത്യൻ ഇക്കോണമി ആൻഡ് പ്ലാനിങ്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി ആൻഡ് പ്ലാനിങ്ങിൽ നമ്മൾ കൺവെൻഷനൽ ആയിട്ട് ചോദിച്ചു വരുന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ പ്ലാനിങ് കമ്മീഷൻ നിലവിലില്ല എങ്കിൽ പോലും 5 ഇയർ പ്ലാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. 5 ഇയർ പ്ലാൻസിലെ ഓരോ പ്ലാന്, അതിൻ്റെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ്, ടാർഗറ്റും അതുപോലെ തന്നെ അച്ചീവ്ഡ് ഗ്രോത്ത് റേറ്റും, പിന്നെ ഓരോ പ്രൊജക്ട്സും ആ ഓരോ പീരീഡിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചു, അതിൽ പ്ലാൻ ഹോളിഡേ അതുപോലെ തന്നെ റോളിംഗ് പ്ലാൻ, അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. സോ 5 ഇയർ പ്ലാൻ, അതോടൊപ്പം പ്ലാനിങ് കമ്മീഷൻ, പിന്നെ ഇപ്പോഴുള്ള നമ്മുടെ നീതി ആയോഗിന്റെ ഫീച്ചേഴ്സ്, പ്ലാൻസ്, കാര്യങ്ങളൊക്കെ ചോദിക്കും. ദെൻ ഇക്കണോമിക് റിഫോംസ് ആണ് 1991 LPG റിഫോംസ്, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. ഓക്കെ, അതായത് ഏത് പീരീഡിൽ വന്നു. അപ്പൊ റാവു മൻമോഹൻ മോഡൽ, അപ്പോൾ ആരായിരുന്നു ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസി 1991. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ദെൻ പിന്നെ മണി ആൻഡ് ബാങ്കിങ്. അപ്പൊ ഫിനാൻഷ്യൽ സിസ്റ്റം, അതായത് ഇക്കോണമി എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ക് ബോൺ തന്നെ എന്താണ്? ഫിനാൻഷ്യൽ സിസ്റ്റം, മണി ആൻഡ് ബാങ്കിങ് ആണ്. അപ്പൊ മണി ആൻഡ് ബാങ്കിങ്ങിൽ തീർച്ചയായും നമ്മൾ പഠിക്കേണ്ടതാണ് RBIയുടെ പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസി ടൂൾസ്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മീഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ RBIയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിക്കേണ്ടത് എന്ത് തന്നെയാണ്? മോണിറ്ററി പോളിസി ടൂൾസ് ആണ്. അത് ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ടൂൾസും ഉണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, CRR, SLR, MSF തുടങ്ങിയത്. ദെൻ ക്വാളിറ്റേറ്റീവില് മാർജിൻ റിക്വയർമെന്റ്സ്, ക്രെഡിറ്റ് റേഷനിങ്, റെഗുലേഷൻ ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഡയറക്റ്റ് മെഷേഴ്സ്. ദെൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഷെഡ്യൂൾഡ് ബാങ്ക്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ് പഠിച്ചു വെക്കുക. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, SEBI കൺട്രോൾ ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പബ്ലിക് ഫിനാൻസ് ആൻഡ് ഗവൺമെന്റ് ബജറ്റ്. അപ്പോൾ ബജറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ബജറ്റ്, ബജറ്റിലെ ഓരോ കോൺസെപ്റ്റ്സും, ഓരോ ടൈപ്സ് ഓഫ് ബജറ്റ് കാര്യങ്ങൾ, അതിലെ ടേംസ് പഠിച്ചു വെക്കുക. അതോടൊപ്പം ലാസ്റ്റ് ബജറ്റിലെ ഫീച്ചേഴ്സ് പഠിക്കണം. ദെൻ ടാക്സേഷൻ സിസ്റ്റം വരുമ്പോൾ ഡയറക്റ്റ് ടാക്സിൽ വരുന്നത് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ദെൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എക്സെട്ര. ഇൻഡയറക്റ്റ് ടാക്സ് ഓൾസോ GSTയുടെ സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, സ്ലാബ് റേറ്റ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിൻ്റെ കൂടെ കസ്റ്റംസ് ഡ്യൂട്ടിയും ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. ദെൻ ടാക്സ്, ഡിഫറെന്റ് പ്രോഗ്രസീവ്, റിഗ്രസീവ്, പ്രൊപ്പോർഷണൽ ടാക്സ് സിസ്റ്റം. ദെൻ അടുത്തതാണ് ഗവൺമെന്റ് ബജറ്റിന്റെ സ്ട്രക്ചർ. ഓക്കെ, അതിൽ ഓരോന്നും റവന്യൂ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ദെൻ ഡെഫിസിറ്റ്സിന്റെ ടൈപ്സ്, ഫിസ്ക്കൽ, റവന്യൂ, പ്രൈമറി ഡെഫിസിറ്റ്, ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. ദെൻ ഫിനാൻസ് കമ്മീഷൻ, മോർ ഇമ്പോർട്ടൻറ്റ്, ഫിനാൻസ് കമ്മീഷൻ. അതായത് മുൻപ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്ന കാലത്ത് പ്ലാനിംഗ് കമ്മീഷന് പ്ലാൻ ചെയ്ത് വെക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ നീതി ആയോഗ് ജസ്റ്റ് പ്ലാൻ മാത്രമാണ്. അതിന്റെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതൊക്കെ ആര് തന്നെയാണ്? ഫിനാൻസ് കമ്മീഷൻ തന്നെയാണ്. സോ ഫിനാൻസ് കമ്മീഷന്റെ ഫീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം.
ദെൻ നാഷണൽ ഇൻകം ആൻഡ് ബേസിക് മാക്രോ എക്കണോമിക്സ്, അതായത് നാഷണൽ ഇൻകത്തിൽ ഈ നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നുകിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് എല്ലാ ടേംസും വരുന്നത് പോലെ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേം കൃത്യമായിട്ട്. അപ്പോൾ GDP, GNP, NDP, NNP, അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും. സോ നമ്മളിത് എന്താണ് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇതിൻ്റെ ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോൺസെപ്റ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട, ബൈഹാർട്ട് പഠിക്കുകയേ ചെയ്യരുത്. കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാറിപ്പോവില്ല. അതായത് ഇതിനെ കണക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, GDP-നെയും GNP-നെയും, അതുപോലെ തന്നെ GNP-യെയും NNP-യെയും കണക്ട് ചെയ്യുന്ന ഫാക്ടർ ഉണ്ട്. അത് ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ദെൻ മെഷേഴ്സ്, ഓക്കെ, മെഷർമെന്റ് മെത്തേഡ് ഉണ്ട്, വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, നോമിനൽ GDP വേഴ്സസ് റിയൽ, ദെൻ GDP ഡിഫ്ലേറ്റർ. ഡിഫ്ലേറ്റർ പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്, GDP ഡിഫ്ലേറ്റർ. ദെൻ പർച്ചേസിംഗ് പവർ പാരിറ്റി, ഓക്കെ, പർച്ചേസിംഗ് പവർ പാരിറ്റി, കൺസ്യൂമറിസവുമായി ബന്ധപ്പെട്ട പർച്ചേസിംഗ് പവർ പാരിറ്റിയും പഠിക്കണം. ദെൻ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഗവൺമെന്റ് സ്കീംസ്, ഓക്കെ, ഇത് എന്താണ്, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ കമ്മിറ്റീസ്, അതേപോലെ തന്നെ എന്താണ് മേജർ ഇക്കണോമിക് സ്കീംസ് ലൈക്ക് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന MGNREGA പോലെയുള്ള, അതുപോലെ തന്നെ PM കിസാൻ, ജൻധൻ യോജന, ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കറണ്ട് ആയിട്ട് നമ്മൾ റെലവെന്റ് ആയിട്ട് കേൾക്കുന്നതാണ്. അതായത് ന്യൂസ് പേപ്പറിൽ വെറും ഒരു വാർത്തയ്ക്കപ്പുറം നമ്മുടെ ചുറ്റും നമുക്കിത് കാണാൻ പറ്റും. ഇതിന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചുറ്റുമുണ്ട് ആൾക്കാർ. PM കിസാൻ യോജനയിൽ അതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ ജൻധൻ യോജന, ഈ സ്കീംസ് ഒക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നതാണ്. സോ അത് കേൾക്കുമ്പോൾ അതെന്താണ്, അതിൻ്റെ ഫീച്ചർ എന്താണെന്ന് നമ്മൾ ലൈഫ് എക്സാമ്പിൾസിൽ വെച്ച് എന്താണ് പ്രാക്ടിക്കലായിട്ട് നമ്മളത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട പോലെ എന്ത് പഠിക്കേണ്ടി വരില്ല. എക്കണോമിക്സിലെ പല ഇപ്പോൾ വരുന്ന നീതി ആയോഗുമായി ബന്ധപ്പെട്ട് വരുന്ന പല പ്രൊജക്റ്റിൻ്റെയും പ്ലാൻസിൻ്റെയും ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള പോളിസീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, എക്സാമിനായിട്ട് അത് പഠിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി, അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ചുറ്റും കാണുന്നത് നിരീക്ഷിക്കുക, അത് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരാൾ അക്ഷയയിൽ പോയിട്ട് അതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിരിക്കും. സോ അതെന്താണ്, എങ്ങനെയാണ്, അതിന്റെ ക്രൈറ്റീരിയ എന്താണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ അത് എന്താണ് ജനറലി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനും ഉപകാരപ്പെടും. സോ ഈ എന്താണ് പ്രൊജക്റ്റ് ഒക്കെ നമ്മുടെ ചുറ്റും കാണുന്നതാണ്. സോ അതൊക്കെ പഠിച്ചു വെക്കണം. ഇതിന്റെ എന്താണ് ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ആരൊക്കെയാണ് ബെനിഫിഷ്യറീസ്, ദെൻ അത് നമ്മുടെ എന്താണ് പ്രോഗ്രസീവ് ഗ്രോത്തിലേക്ക്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്, ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന 17 ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സൈറ്റിൽ പോയാൽ മതി. ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റ്, നീതി ആയോഗിന്റെ വെബ്സൈറ്റ് ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തുണ്ട്, അതിന്റെ ഓരോ പോളിസീസും അതിന്റെ ഒബ്ജക്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും എക്കണോമിക്സ് പോലെയുള്ള സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കിട്ടും. സോ അതിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് മാർക്ക്. ഓക്കെ, ദെൻ മൈക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സ് ആയ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് ആണ്. സോ അത് നമുക്കറിയാം, പക്ഷെ അതെങ്ങനെ ഇക്കോണമിയിൽ അഫക്റ്റ് ചെയ്യും, എങ്ങനെ മാർക്കറ്റ് മെക്കാനിസം നടക്കുന്നു എന്നുള്ളത് നോക്കി വെക്കുക. അതോടൊപ്പം മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് അല്ലെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ തുടങ്ങിയ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കി വെക്കുക. ദെൻ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ, ദാറ്റ് തിയറീസ്. ഓക്കെ, ആ തിയറി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അതിൻ്റെ ഗ്രാഫൊക്കെ എങ്ങനെയാണ്, ദെൻ എന്താണ് TP, MP, AP തുടങ്ങിയത്, അതിൻ്റെ റിലേഷൻസ്, അതായത് ഓരോ കോൺസെപ്റ്റ്സും ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, അത് തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെയാണ് എന്നത് അറിഞ്ഞാൽ മതി. അതാണ് നമ്മുടെ എന്താണ് PYQസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസിൽ അതേ നമ്മളോട് ചോദിക്കാനുള്ളൂ. സോ ഇന്റർനാഷണൽ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എന്താണ് ബ്രിട്ടൻ വുഡ്സ് ആയ IMFും വേൾഡ് ബാങ്കും അല്ലെ, അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഗ്ലോബൽ ഓർഗനൈസേഷൻ WTO, ADB, BRICS, UNDP,
ദെൻ WEF. ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്, ഇതെങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇക്കോണമി, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എക്കണോമിക്സ് ആയാലും ഇന്ത്യൻ ഇക്കോണമി ആയാലും കറണ്ട് ആയിട്ടുള്ളതിനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. തിയറീസ് മാത്രം പഠിച്ചു വെക്കാതെ കറണ്ട് എക്കോണമിയിലുള്ള റെലവൻസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത്. അതായത് ഈ ഓർഗനൈസേഷൻസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ട്സ്, അതിൻ്റെ റേറ്റ്, അതുപോലെ തന്നെ ഓരോ കൺട്രീസിൻ്റെ റാങ്കിങ്, കറണ്ട് റെലവൻസ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. ദെൻ ട്രേഡ് ടേംസ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ഓക്കെ, BOPയും BOTയും, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിൽ ഏതൊക്കെ വരുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതൊക്കെ വരുന്നു, എന്താണ് ഡീവാലുവേഷനും ഡിപ്രീസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെറിയ ഫാക്റ്റ് ആണ്, കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണ് നമുക്ക് അവിടെ വേണ്ടത്. സോ ഡിവാലുവേഷനും ഡിപ്രീസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ ക്ലിയർ ആയിട്ട്, അതായത് ഒന്നും നമുക്കിവിടെ എന്ത് വേണ്ട, ഇക്കണോമിക്സിൽ ഒന്നും നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാനില്ല. എല്ലാം റിയൽ ലൈഫ് എക്സാമ്പിൾസുമായി കണക്ട് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എപ്പോഴാണ് അത് സിമ്പിൾ ആവുക? നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് നമുക്കത് സിമ്പിൾ ആവുക. അല്ലാതെ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചു പോയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കൺഫ്യൂഷൻസ് ആയിരിക്കും. എന്തായാലും മാറിപ്പോവാനുള്ള ആ ഒരു എക്സാം പോയിന്റിൽ നമുക്ക് എന്തായിരിക്കും, നമ്മൾ കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും. സോ ആ സമയത്ത് നമുക്ക് ഓപ്ഷൻസ് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ക്ലിയർ ആയിട്ട്, ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഏറ്റവും കീ ഏറ്റവും അത്രയും ക്രീം എന്ന് പറയില്ലേ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അതായത് എക്കണോമിക്സിൽ നമ്മുടെ ഒരു നീണ്ട സിലബസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. PYQs ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ PYQs ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കണം. സോ അതൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കീ കോൺസെപ്റ്റ്സ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. സോ ഇത് നിങ്ങൾ ആദ്യം കവർ ചെയ്യുക, അതിനുശേഷം ബാക്കി ഡീറ്റെയിലേക്ക് പോവാം. സോ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കിയത്. സോ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഒരു സന്തോഷത്തോടെ തുടങ്ങാം. ഏത്, നമ്മുടെ അടുത്ത ഓണം ആകുമ്പോഴേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്തുകയും മോർ ഹാപ്പി ആയിട്ടുള്ള ഒരു ഓണത്തെ വരവേൽക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്കൂൾ കോളേജ് എക്സാംസിന് റാങ്ക് വാങ്ങാനും മാർക്ക് വാങ്ങാനും പഠിക്കുന്നത് പോലെ നമ്മൾ പഠിച്ചാൽ പോരാ. നമ്മളെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും അവിടെ കൂടുതലായിട്ടുണ്ടാവുക. സോ ആ എലിമിനേറ്റിംഗ് ഫാക്ടിനെ നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്ത് കളയണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കോമ്പറ്റേറ്റീവ് എക്സാമിൽ റാങ്കിൽ മുന്നിലെത്താൻ പറ്റൂ. സോ അതിന് എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് കിട്ടുമോ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. സോ ഈ ഒരു ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യണം. അതിൻ്റെ കറണ്ട് റെലവൻസ്, കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമുക്ക് പഠിക്കണം. സോ നമ്മുടെ CCയിൽ അതിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ ബാച്ച് റണ്ണിങ് ആണ്. സോ മാസ്റ്റർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ്, നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും അതോടൊപ്പം തന്നെ എക്സാംസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ കൂടുതൽ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. സോ നന്നായി പഠിക്കുക, നല്ല വിജയം ഉണ്ടാവട്ടെ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.